ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എങ്കിലും കൂടിയിട്ട് അത് യൂസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത രീതിയിൽ എന്തായാലും ഡയപ്പർ കൂടിയേ തീരൂ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കെയറിങ് കൊണ്ട് നമുക്ക് ഡയപ്പർ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഡയപ്പറൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റിലാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡയപ്പർ ചൂസ് ചെയ്യുക. ഏത് ബ്രാൻഡാണോ നമുക്ക് കംഫർട്ടായി തോന്നുന്നത് മക്കൾക്ക്, അപ്പോൾ അത് ചൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ലിറ്റിൽ ഏഞ്ചലിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ കറക്റ്റ് വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് സൈസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സ്മോള്, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ടൈറ്റ് ഉള്ളതും അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ഉള്ളതുമായിട്ടുള്ള പാമ്പേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ടൈറ്റ് കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും അതിട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലൂസായി കഴിഞ്ഞാൽ ലീക്കേജൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ലിറ്റിൽ ഏഞ്ചലിൻ്റെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ പാമ്പേഴ്സും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. പാമ്പേഴ്സിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നി. കുട്ടികൾക്ക് നല്ല വലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ ലിറ്റിൽ ഏഞ്ചലാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളത്. പാമ്പേഴ്സ് കുറച്ചും കൂടി ചെറുതായിട്ടാണ്. ലാർജിൽ തന്നെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ചെറുതായിട്ടാണ്. അപ്പോൾ അതിനേക്കാളും നന്നായി. അതുപോലെ തന്നെ ലിറ്റിൽ ഏഞ്ചലിൽ ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മൂത്രക്കുട്ടികൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതും കാണിക്കും കേട്ടോ അതിൽ. അപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഞാൻ പാമ്പേഴ്സും ലിറ്റിൽ ഏഞ്ചലും യൂസ് ചെയ്തപ്പോൾ എനിക്ക് ലിറ്റിൽ ഏഞ്ചലാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത്. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും പാമ്പേഴ്സിന് ഒരു പീസിന് 14 രൂപയാണ് വരുന്നത്, ലാർജിന് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ലിറ്റിൽ ഏഞ്ചലാണെങ്കിൽ ഒരു പീസിന് നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ 9 രൂപ സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നല്ല ലാഭമാണ് ഇങ്ങനെ മേടിക്കുന്നത് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും മൂത്രമൊഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 മണിക്കൂർ കൂടുമ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം നമുക്കത് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. എങ്കിൽ കൂടിയിട്ട് നമ്മളിനി അത് ഉപയോഗിച്ചാൽ തന്നെ എപ്പോഴും മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മൂത്രമാവണതിനനുസരിച്ചിട്ട് അത് മാറ്റി കൊടുക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ അപ്പിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ മാറ്റി കൊടുത്ത് അവിടെ നന്നായി കഴുകി കൊടുത്ത ശേഷം ഒരു സോഫ്റ്റ് ടവൽ ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങൾ ആ ഭാഗത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് മിനിമം എങ്കിലും ഡയപ്പറൊന്നും യൂസ് ചെയ്യാണ്ട് ഫ്രീ ആക്കി കൊടുക്കുക. അപ്പോൾ അവരുടെ സ്കിന്നൊക്കെ ഒന്ന് ശ്വസിക്കാനുള്ള രീതിയിലൊന്ന് ഫ്രീ ആക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷമാണ് അടുത്ത ഡയപ്പറൊന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഡയപ്പർ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഡയപ്പർ റാഷസ് ക്രീം ഉപയോഗിക്കുക. അപ്പോൾ ഡയപ്പർ റാഷസ് ക്രീം ഡയപ്പർ ഇടുന്ന കംപ്ലീറ്റ് ഭാഗത്ത് അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ഡയപ്പറും ആ ക്രീമും കൂടിയിട്ട് ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ റാഷസ് ഒക്കെ ഉണ്ടാവുന്നത് തടയുന്നുണ്ട് കേട്ടോ. സെബാമെൻ്റെ ഡയപ്പർ റാഷസ് ക്രീം നല്ലതാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഏതാണോ നല്ലത് അത് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. നാപ്പി ക്രീമൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കുഞ്ഞുങ്ങളെ എപ്പോഴും നല്ല ക്ലീനാക്കി കൊണ്ടുനടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റാഷസോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ കുറഞ്ഞ് കിട്ടും. ഇനി ഫുൾ ടൈം ഡയപ്പർ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഡെയിലി ഒരു 2-3 മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക, ഡയപ്പറൊന്നും യൂസ് ചെയ്യാണ്ട്. പിന്നെ രാത്രി ടൈമിൽ നമ്മൾ ഫുൾ ടൈം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പകൽ ടൈമിൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക ഡയപ്പർ യൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് 3 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പോട്ടി ട്രെയിനിങ്ങൊക്കെ നൽകാം. അങ്ങനെ ആകുമ്പോൾ ഡയപ്പറിൻ്റെ ഒക്കെ ഉപയോഗം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ കഴിയും കേട്ടോ. ഇനി ഇത് ഡിസ്പോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡയപ്പർ പൊട്ടിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാറ്റിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ബിന്നിലൊക്കെ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യാം. ഈ ജെല്ലാണെങ്കിൽ ജെല്ല് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജെല്ല് ഇങ്ങനെ അരിഞ്ഞ് പോയിക്കോളും. അപ്പം നമുക്കത് കളയാൻ വളരെ എളുപ്പമാണ്. ഇനി ഇത് ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ക്ലോത്ത് ഡയപ്പറൊക്കെ ഉപയോഗിക്കാം. അതാകുമ്പോൾ നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ട പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഞാനിതിൽ കാണിച്ച ലിറ്റിൽ ഏഞ്ചലിൻ്റെ ബ്രാൻഡാണെങ്കിൽ ലാർജ് 64 600 സംതിങ് വന്നിട്ടുള്ളൂ. ഒരു പീസിന് 10 രൂപ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഓഫറിൽ 9 രൂപ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു പീസിന്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മേടിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.